വനില പൈനാപ്പിൾ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇതിനി ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് നന്നായി കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുക്കി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറാനായി മാറ്റി വയ്ക്കണം. ചൂടാറിയ ശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഇങ്ങനെ തണുപ്പിച്ചെടുത്ത കസ്റ്റാർഡ് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, 1 ഗ്ലാസ് പൈനാപ്പിൾ ജ്യൂസ്, 1 കപ്പ് പാല്, ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കാം. ഒന്നുകൂടെ നമുക്ക് അടിച്ചെടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നമുക്കിത് സെർവ് ചെയ്യാം. ഇനി അടുത്ത ഡ്രിങ്ക് തയ്യാറാക്കാം. ഇതിനു വേണ്ടി 2 കപ്പ് പൈനാപ്പിൾ കഷ്ണങ്ങൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. ഇതെല്ലാം കൂടെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർക്കാം. ഇതൊന്ന് അടിച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പൈനാപ്പിൾ ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അടുത്ത ഡ്രിങ്കും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.